ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പത്തിന്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു പനീർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒട്ടും മറക്കരുതേ. പനീർ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ മൂന്ന് പനീർ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇനി ബാക്കിയുള്ള പനീറൊക്കെ ഞാൻ ഈ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. അധികം പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിലോട്ടേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പെപ്പർ പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇടുന്നത് കാണിച്ചില്ല, അത് സ്കിപ്പായി പോയി. അതാണ് ഞാൻ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ആ മസാല ഒന്ന് പിടിച്ചാൽ മതി. എന്താ വെച്ചാൽ ഇത് പിന്നെ അധികം ഫ്രൈ ആകുമ്പോൾ കട്ടിയായി പോവും. അതുകൊണ്ട് ഇത്ര ചെയ്തെടുത്താൽ മതിയാവും. അപ്പൊ ഇതിൽ മസാലയൊക്കെ പിടിച്ചുവല്ലോ. ഇപ്പോൾ ഇതുപോലെ ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനൊരു 3 മീഡിയം സൈസ് ഓണിയൻ ആണ് എടുത്തിരിക്കുന്നത്. അത് അതേ എണ്ണയിലോട്ടേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു ഇളം ബ്രൗൺ കളർ ആയാൽ മതി. ഈ സമയത്ത് നമ്മൾക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, അത് 3 ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ആണ് ഇത്. അപ്പൊ അതും അതിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ പുതിനയില, മല്ലിയില അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി പുതിനയില നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. എല്ലാം ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കട്ടെ. ആ സമയത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 3 പനീർ അത് ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 10 കാഷ്യൂനട്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാം. അപ്പൊ അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ജാറിലോട്ടേക്ക് തന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു കൊണ്ടുവരാം. ഇനി ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ ചീനച്ചട്ടിയിലോട്ടേക്ക് തന്നെ നമ്മൾക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. എല്ലാ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കണേ. അതിനുശേഷം ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാല ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എത്രമാത്രം തിക്ക് വേണോ അങ്ങനെ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പനീർ ഗ്രേവി കുറച്ച് കട്ടിയിലായിരിക്കും, അധികം ലൂസായിട്ടുള്ള കറിയല്ല. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറട്ടെ അതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ പനീറും കാഷ്യൂനട്ടും അരച്ചുണ്ടല്ലോ, അതും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് കേടാണ്, ഒരു തിക്കായിട്ടുള്ള കേട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത കേടായിരിക്കണം, ഇതുപോലെ കട്ടിയും ആയിരിക്കണം. അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ശരിക്കും ദാബ സ്റ്റൈൽ പനീർ കറിയാണ്. അപ്പൊ ഇത് കുറച്ച് ഇതായിരിക്കും കളറ്, ഇത് കുറച്ച് കട്ടിയിലും ആയിരിക്കും. ഇനി വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പനീർ, അതൊക്കെ നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് ഈ മസാലയും പനീറും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അധികം തിളയ്ക്കുന്നത് പോലെ ചെയ്യണ്ട. എല്ലാം വഴറ്റി വെച്ച് നമ്മൾ പേസ്റ്റ് ആക്കിയതാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് കാഷ്യൂനട്ടും കൂടി വെതറി കൊടുക്കാം. അങ്ങനെ എൻ്റെ ദാബ സ്റ്റൈൽ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. ചപ്പാത്തിയുടെ കൂടി റൊട്ടിയുടെയും കൂടി നല്ല കോമ്പിനേഷനാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ ഈസി റെസിപ്പിക്ക് വേണ്ടി നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ. താങ്ക് യു.